അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വീടിന്റെ ദോഷം മാറാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? പല ആളുകളും ചോദിക്കുന്ന വിഷയമാണ്. എപ്പോഴും പ്രയാസമുള്ള വീടാണ്, ബുദ്ധിമുട്ടുള്ള വീടാണ്, വീടിന്റെ ഭാഗത്തുനിന്ന് ശബ്ദം കേൾക്കുന്നു, അതുപോലെ പല പ്രശ്നങ്ങളും പറയുന്നവരുണ്ട്. വീട്ടിൽ കലഹങ്ങളാണ്, പ്രശ്നങ്ങളാണ്, ഉപ്പയും ഉമ്മയും മിണ്ടുന്നില്ല, ഭാര്യ ഭർത്താക്കന്മാർ മിണ്ടാതെ കുറേ ദിവസങ്ങളോളമായി, മക്കൾ എന്നും വീട്ടിൽ ബഹളമാണ്, ബറക്കത്തില്ല, പുരോഗതിയില്ല, ജോലി ചെയ്യുന്നുണ്ട്, വലിയ ശമ്പളം കിട്ടുന്നുണ്ട്, പക്ഷെ വീട്ടിലെത്തുമ്പോൾ അത് കാലിയാകുന്നു, ബറക്കത്തില്ല. ഇങ്ങനെ തുടങ്ങിയ പല പ്രശ്നങ്ങളും അവതരിപ്പിക്കുന്നവരുണ്ട്. അതിനൊരു പരിഹാരമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. പല ആളുകളും പലരെയും സമീപിക്കും. ഒരാളെ സമീപിച്ചാൽ അയാൾ ആദ്യം പറഞ്ഞു ഡോർ മാറ്റണമെന്ന്, മറ്റൊരാൾ പറയുന്നു റൂം മാറ്റണമെന്ന്. അങ്ങനെ പറഞ്ഞുകൊണ്ട് പലതും മാറ്റിയിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവർക്കും അല്ലാത്തവർക്കുമൊക്കെ പ്രത്യേകം ദുആ ചെയ്യാറുണ്ട്. നിങ്ങളും ഈ വിനീതിന് ദുആ ചെയ്യണം. അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രത്തിൽ കാണാം. ഇസ്മായിൽ നബി അലൈഹിസ്സലാം വീട് വെച്ചപ്പോൾ ആ വീട്ടിലേക്ക് പോയി. ഉപ്പ വീട്ടിലേക്ക് പോകുമ്പോൾ മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാം ആ വീട്ടിലില്ല. ഭാര്യ മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമെല്ലാം ഇബ്രാഹിം നബി ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ ഭാര്യയോട് പറഞ്ഞു. കുറച്ചു സമയം അങ്ങനെ വെയിറ്റ് ചെയ്തു. അങ്ങനെ ഇസ്മായിൽ നബി അലൈഹിസ്സലാം വന്നില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തിരിച്ചങ്ങോട്ട് പോകുന്ന സമയത്ത് പറഞ്ഞു, ഭർത്താവ് വന്നാൽ പറയണം വീടിന്റെ ഉമ്മറപ്പടി കട്ടല മാറ്റിവെക്കണമെന്ന്. അങ്ങനെ ഇസ്മായിൽ നബി അലൈഹിസ്സലാം വീട്ടിലെത്തി. കാര്യങ്ങളൊക്കെ ഭാര്യ തുറന്നു പറഞ്ഞു. എന്റെ വാപ്പ വന്നത് വീടിന്റെ ഉമ്മറപ്പടി മാറ്റാനല്ല, നിങ്ങളെ മാറ്റാനാണ്. അങ്ങനെ വീണ്ടും എന്താക്കി, ഒരു കല്യാണം കഴിച്ചു. വേറെ പെണ്ണുമായി ജീവിക്കുന്നതിനിടയിൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം വീട്ടിൽ വന്നു. അന്നും പതിവ് പോലെ ഇസ്മായിൽ നബി അലൈഹിസ്സലാം അവിടെയില്ല. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തിരിച്ചു വരുമ്പോൾ പറഞ്ഞു, വീടിന്റെ ഉമ്മറപ്പടി മാറ്റിവെക്കേണ്ടതില്ല, ഭർത്താവ് വന്നാൽ പറയണമെന്ന്. അപ്പോൾ പ്രശ്നമുള്ളത് വീട്ടിലാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞത്, ആദ്യത്തെ ഭാര്യ അതൊരു പ്രശ്നമുണ്ടാക്കിയതുകൊണ്ടാണ് വേറെ കഴിക്കാൻ പറഞ്ഞത്. ആ ഭാര്യയിൽ വീട്ടിൽ ബറക്കത്തില്ലായിരിക്കും. അതുകൊണ്ടാണ് ഇസ്മായിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അങ്ങനെ പറഞ്ഞത്. നമ്മുടെ വീടുകളിലെല്ലാം ജിന്നുകളുണ്ട്. എല്ലാ വീടുകളിലും ജിന്നുകളുണ്ട്. നമ്മൾ കാണുന്നില്ല എന്ന് മാത്രം. പക്ഷെ ജിന്നുകളുടെ കൂട്ടത്തിൽ നല്ല ജിന്നുമുണ്ട്, ചീത്ത ജിന്നുമുണ്ട്. ഈ ചീത്ത ജിന്നുകളെയാണ് നമ്മൾ പിശാചുക്കൾ എന്ന് പറയുന്നത്. ചീത്തയായ ജിന്നുകൾ നമ്മുടെ വീടുകളെ കയ്യേറ്റം ചെയ്തതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. പല വീടുകളിലും പ്രശ്നം വരാൻ കാരണം അങ്ങനെ തന്നെയാണ്. അതിന് പരിഹാരമാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, വീട്ടിൽ ഖുർആൻ പതിവാക്കുക. അങ്ങനെ ഖുർആൻ പാരായണം ചെയ്താൽ വീട്ടിൽ പുരോഗതിയുണ്ടാകും, ബർക്കത്തുണ്ടാകും. ചില ഓതുന്ന വീട്ടിലും സംഭവിക്കുന്നത് ഓതുന്നത് അത്ര ക്ലിയർ അല്ല എന്നതുകൊണ്ടാണ്. നല്ല ശൈലിയിൽ ഓതുന്ന, നല്ല ക്ലിയറായി ഓതുന്ന വീടുകളുണ്ടെങ്കിൽ അവിടെയൊക്കെ ചീത്ത സ്വഭാവ ജിന്നുകൾ ഒരിക്കലും കിടക്കില്ല. തീരെ ഓതാത്ത വീടുകളാണെങ്കിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആ വീട്ടിൽ എപ്പോഴും പ്രയാസമായിരിക്കും. ഇതൊന്നുമില്ലാതെ കട്ടിളി, അതുപോലെ തന്നെ റൂമിന്റെ ഡോർ മാറ്റാനും, അതുപോലെ തന്നെ എൻട്രൻസ് മാറ്റാനും, എൻട്രൻസ് മാറ്റിയതുകൊണ്ടോ അതുപോലെ തന്നെ വേറെന്തെങ്കിലും മാറ്റിയതുകൊണ്ടോ ഒന്നും ഗുണമില്ല. ആദ്യം അടിത്തറ നന്നാവണം. വീടിന്റെ ദോഷം മാറാൻ ഒരൽപ്പമെങ്കിലും ഖുർആൻ ഓതണം എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട്. പതിവാക്കി ഓതേണ്ട സൂറത്തുകളോടും ഒരുപാടുണ്ട്. സൂറത്ത് യാസീനുണ്ട്, സൂറത്ത് മുൽക്കുണ്ട്, സൂറത്ത് സജദയുണ്ട്, സൂറത്ത് റഹ്മാനുണ്ട്. ഇങ്ങനെ ഒരുപാട് സൂറത്തുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെ ജീവിതത്തിൽ പതിവാക്കാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.